1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. അയ്യോ ഇതാരാ? മനസ്സിലായില്ല. ആകെ മാറിപ്പോയി. ആള് മാറിപ്പോയി. അവിടെ ഒരു ആസ്ട്രേലിയ പോയിട്ട് അല്ല, ഞാനൊരു ഫോണിൽ കണ്ടപ്പോ കൊറേ ദൂരമുള്ള സ്ഥലത്തൊക്കെ ഡാൻസ് അടിച്ച് നല്ലോണം പാട്ട് പാടിയ ഒരു കുട്ടിയാണോ? ആ കുട്ടിയാണോ ഇത്? മറ്റേ ഈ പാട്ടല്ലേ സമയം അതെന്തുവാണ് ആക്ച്വലി എനിക്കറിയില്ല. ഈ ഗിർ എന്നുള്ള സാധനം ഞാൻ ചെകിടിച്ച് മടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഓർത്ത് ഞാനിത് ചെയ്യേയില്ല. കറക്റ്റ് ആ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ വന്നപ്പോ ഒരു റീൽ വന്നപ്പോ ഇത് കണ്ടു. ചെയ്തു പോയി. നിറയെ പേര് എനിക്ക് എന്താ മനസ്സിലാവും. പക്ഷെ കേട്ട് 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 നമ്മളെല്ലാരും മടുത്തു. അപ്പൊ ഇനി അപ്പൊ എന്നെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ മനസ്സിലായില്ല. അതൊരു ഇതാരാ ഇത്? ഞാൻ തന്നെ. അല്ല ഞാനാരാ? പേരറിയോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പഴയ കാലത്തെ പാട്ടാ പാടുന്നെ. എടാ, ഇരിക്കുന്ന ആളുടെ പേര് അറിയത്തില്ലേ? ഞാനിപ്പോ ഇങ്ങോട്ട് വാ. അവള് വിചാരിച്ചു അവളുടെ പേര് ചോദിക്കുന്നത് ക്യാരക്ടറിന്റെ. അതല്ല, ഈ ഇരിക്കുന്ന ഇതാരാന്ന പേര് പറയാൻ? റിമിക്കുട്ടി ഇപ്പൊ ഓർമ്മ. എവിടെ പോയി അതിന്റെ അടുത്ത് മനസ്സ്? അല്ല, കഥാപാത്രം എന്തോരം ദൂരെ പോയി. ഞാൻ മിസ് ചെയ്തിട്ടോ. ഇതൊന്ന് പറഞ്ഞൂടെ അങ്ങോട്ട്? ഞാൻ ആദ്യമേ പറഞ്ഞൂടെ. ചില ആൾക്കാർ സ്നേഹം ഇങ്ങനെ കാണിക്കും കുറെ കഴിഞ്ഞ്. ആൻസർ കുട്ടി, എത്ര നാളായോ ഈ പാട്ട് ഇതുപോലെ നിന്ന് പാടുന്നൊക്കെ ഞാൻ ഒന്ന് കണ്ടിട്ട്. എന്ത് രസമാണോ റിമി. കള്ളി, നിന്റെ അടവ് നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ. വെറൈറ്റി പാട്ടുമായിട്ടങ്ങ് വന്നേക്കോ അല്ലേ? വെറൈറ്റി പാട്ടല്ലേ? ഇത് കലക്കി. അതിന്റെ അകത്തെ പനിനീർപ്പൂവിന്റെ പേരെന്ത്? മൊഹബത്ത്. ആ ഏരിയൊക്കെ കലക്കി. അതുപോലെ പാതി തുന്നിയ പേരെന്ത്? പറയൂല. പാട്ടില് വലിയൊരു സംഭവം. ഈ കുഞ്ഞു പിള്ളേരിലൂടെ അടുത്ത തലമുറയിലോട്ട് ഇങ്ങനെ എല്ലാ പാട്ടുകളും അതിന്റെ ഭംഗി ചോരാതെ നിങ്ങൾ പാടുമ്പോൾ അതിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. അത് എത്ര വർഷങ്ങളായിട്ട്. അതല്ലേ ടോപ്പ് സിംഗറിന് ഇത്ര ഇഷ്ടം, ഈ കുഞ്ഞു പിള്ളേരിലൂടെ ഈ പാട്ട് കേൾക്കുന്നതിന്റെ ഒരു രസം. കലക്കേട്ടാ. MG സാർ പറഞ്ഞ കുറെ പാട്ട്, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില പാട്ടുകള്. അതിലൊരു പാട്ട്, പുതപ്പിച്ച് പൂണാരം തരും ഒരു പുതുമാരൻ. പുതുമുത്തമണിയിച്ച് പുളകങ്ങൾ പുതപ്പിച്ച് പൂണാരം തരും ഒരു പുതുമാരൻ. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി. കയ്യിൽ മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി. മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുങ്ങി മംഗല്യ തൊട്ടമിട്ട പുതുക്കപ്പിന്ന്. മാറിൽ മഞ്ചാടി മാറുകുള്ള മിടുക്കി പെണ്ണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി. കയ്യിൽ മുത്തോട് മുത്തു വച്ച വളക്കിലുക്കി. മന്ദാരക്കുളങ്ങളിൽ കുളിച്ചൊരുങ്ങി മംഗല്യ തൊട്ടമിട്ട പുതുക്കപ്പിന്ന്. മാറിൽ മഞ്ചാടി മാറുകുള്ള മത്സരക്കുട്ടി. അടിപൊളി. അരിപൊളിയോ? അടിപൊളിന്നല്ല, അടിപൊളി. ഇത് പറഞ്ഞപ്പോൾ ഒരാള് റീലില് ഇപ്പൊ ലേറ്റസ്റ്റ് റീലില്, ഇന്നലെ ലേറ്റസ്റ്റ് ഞാൻ എന്റെ റീലിനെ പറയല്ലോ, ഇവിടെ ഒരാള് അടി പൂക്കുറ്റി മാത്രമുള്ള റീല്. അല്ല, അത് രസം എന്താണെന്നറിയോ? ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതായത് രോമാഞ്ചം എന്നുള്ള ഫിലിമിന്റെ
അടുത്ത പടം ഉം. അവർ പടം ഫിനിഷ് ചെയ്തു, ആ. പാട്ടെടുത്തു. അത് വിനായക് ശശികുമാറാണ് എഴുതിയിരിക്കുന്നത്. ആ. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചോദിച്ചു, ചേട്ടാ പൂക്കുറ്റി എന്ന് മാത്രം പറയാമെന്ന്. അപ്പൊ നമുക്ക് നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആ. ഞാൻ പറഞ്ഞു പിന്നെന്താന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു കസേര എടുത്തിട്ട് പറഞ്ഞു അടി. ഞാൻ പറഞ്ഞു പൂക്കുറ്റി. കഴിഞ്ഞു.